പണ്ട് കാലത്ത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് മൺചട്ടികളിലായിരുന്നു വെള്ളപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നത് അല്ലേ? ഞാനും കുറേ നാളായിട്ട് ഈ മൺചട്ടിയിലും ഇരുമ്പ് പാത്രങ്ങളിലൊക്കെയാണ് ദോശയും വെള്ളയപ്പൊക്കെ ഉണ്ടാക്കാറുള്ളത്. മൺപാത്രമൊക്കെ നല്ലപോലെ മയക്കിയെടുത്ത് സ്വല്പം വെണ്ണ തൂവിക്കൊടുത്ത് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം ചുട്ടെടുക്കാം. ഒട്ടും അടി പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ വിട്ട് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ചുട്ടെടുക്കുന്ന അപ്പത്തിന് ഒരു പ്രത്യേക രുചിയാണ്. പഴമയുടെ രുചി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അത് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാലും നമുക്ക് കിട്ടില്ല. ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി, നല്ല സോഫ്റ്റ് ആവും. ഇപ്പോൾ കണ്ടോ, ഭംഗി കുറച്ച് കുറവാണെങ്കിൽ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി ഇതിലേക്ക് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയ മുട്ടക്കറിയും ചേർത്ത് കഴിച്ചു നോക്കൂ. പറയാൻ വയ്യ, കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ രുചി നേരിട്ടറിയാൻ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.